അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പോലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിന് നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, പാകുടപണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ
വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവനെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുണ്ട് കർത്താവേ. അവരെല്ലാം സന്ധിക്കണമേ, പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. 4:7 വായിച്ച്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മൾ അറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ്. ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം, വസ്തു വിൽക്കണം, മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത്. ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല. ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് ഒരു സങ്കീർത്തനം എന്താ പറയുന്നത്? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ. അപ്പോൾ ധാന്യവും സമർത്ഥമാണ്, വീഞ്ഞും സമർത്ഥമാണ്. അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവെ എന്താ പറഞ്ഞത്? വായിച്ചതെന്ന്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ്. അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടറ് വരുമ്പോൾ, തോൽവി വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തനെ ഒരു കേസ് വന്നു. അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ്. കച്ചവടക്കാരുടെ കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടറ് വന്നു. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ആകപ്പാടെ ഇത് പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ലോർഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ഒന്നും ചിന്തിച്ച് പറഞ്ഞതല്ല. അപ്പോൾ ആ ഒരു വിഷയത്തിന് അനപേക്ഷിതമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് കൊടുത്തതാണ്. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ ഞാനോർത്ത് ആൾ അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണം വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആ കേസ് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ അതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. പറഞ്ഞത്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ തോന്നിയാണ്. അപ്പോൾ അന്ന് വരെ എനിക്ക് മനസ്സിലായിരുന്നു, നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മുന്നേറുമ്പോൾ നിനക്കും ഇത് അവകാശമാകും. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. പറയുന്നു, ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ കയ്യിലെയും കാലിലെയും, ആദ്യം ഫസ്റ്റ് എൻ്റെ കാലിലെയാണ് അലർജി വന്നെന്ന് പറഞ്ഞാൽ കറുത്ത പാടുകളാണ് ആദ്യം വന്നത്. ആ കറുത്ത പാടുകൾ വന്ന് കാലിലെ മൊത്തവുമായിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തേക്ക് പോകാം, എന്നാലേ ഇത് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർക്ക് വരാൻ അത്ര താല്പര്യം ഇല്ല. അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി ദേഹത്തായി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഒരു ആയുർവേദ ക്ലിനിക്കിൽ പോയി. ഇവർ തന്നെ എന്നെ കൊണ്ടുപോയി. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ഇവരാണ് എന്നെ പിടിക്കുന്നത്. പിടിച്ച് എന്നെ കൊണ്ടുപോയി.
ക്ലിനിക്കിൽ കൊണ്ടുപോയി ഫസ്റ്റ് ക്ലിനിക്കിലുള്ള ഡോക്ടർ ഒരു 10 ദിവസത്തെ മരുന്ന് തന്ന് ആ മരുന്നിൽ എനിക്ക് ഒട്ടും മാറിയില്ല. തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വരുന്ന ആൾക്കാർ പറയും ഇത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇത് മാറില്ല, ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് വന്ന് അവിടെ നിന്നും ഡോക്ടർ മരുന്ന് തന്ന് 10 ദിവസത്തേക്ക്. ഡോക്ടർ തന്നെ വല്ലാതെ പേടിച്ചു അത് കണ്ടിട്ട്. ആ ഡോക്ടറും കുറേ മരുന്ന് തന്ന് ഞാൻ മരുന്ന് കഴിച്ച് ആ മരുന്നിലേ എനിക്ക് മാറിയില്ല. വീണ്ടും ഞാൻ വേറെ ഒരാൾ പറഞ്ഞു വേറെ ഒരു ഡോക്ടറെ കണ്ട്, അതും എറണാകുളത്ത് തന്നെയാണ്, വലിയ ഡോക്ടറെ കണ്ട്, അതിലേ എനിക്ക് ലാസ്റ്റ് മാറിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ രാത്രി ഒരു ദിവസം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇവർ എനിക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുതരും, കാലിലേക്ക് എല്ലാം ചെയ്ത് വീണ്ടും ഞാൻ കട്ടിലിങ്ങനെ കിടന്നപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി എൻ്റെ മനസ്സിൽ പള്ളിയിൽ തന്നെ വരണം, എന്നാലേ ഇത് എനിക്ക് മാറുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ മോനും ഈ പയ്യനും കൂടി ഹോളിലിരുന്ന് ഞാൻ വിളിച്ചു, എന്നെ ഇപ്പം തന്നെ നിങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇത് മാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ തലേന്ന് വരെ പോകാൻ പറ്റില്ല, ഞാൻ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ട് വാതുക്കെ വിട്ടാൽ മതി, നിങ്ങളകത്ത് കയറണ്ട, ഞാൻ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം, എനിക്ക് പോയി തന്നെ ആകണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും വേണ്ട പോകണ്ട. ലാസ്റ്റ് ഇവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ നാളെ രാവിലെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഉടനെ തന്നെ മറുപടി പറയാതെ അതിനെന്താണ് ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നാളെ പോകാൻ നമുക്ക് പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യുമെന്ന്. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയ്ക്ക് പേടിക്കേണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ നാളെ പോകുന്നതല്ലേ, രാത്രി ആരെങ്കിലും നമുക്ക് പൈസ തരും, നമ്മൾ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം, അമൃതയിൽ നിന്ന് ബസ്സുണ്ട്, ബസ്സിൽ കയറി നമുക്ക് പോകാം, എന്നെ നിങ്ങൾ പിടിച്ചാൽ മതി, ഞാൻ പതിയെ നടന്ന് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചു. രാത്രി 10 മണിയാകുമ്പം ഞങ്ങൾ കാറ്ററിങ്ങും ഹോം നേഴ്സും നടത്തുന്നവരായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഒരു കൊച്ച് ഞങ്ങൾക്ക് 2500 രൂപ തരാനുള്ള പൈസ ഇട്ട് തന്നു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ ആ കൊച്ച് ഞങ്ങൾക്ക് ആ പൈസ ഇട്ട് തന്നു. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ട്, ആ കൊച്ച് നമുക്കെന്നാൽ ആ പൈസയും വെച്ചിട്ട് നമുക്ക് പോകാമെന്ന്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 8 മണിക്ക് ഇവിടെ വന്നു. പള്ളിയിൽ കയറി ഇവർ തന്നെ എന്നെ പിടിക്കും. അപ്പോൾ പുറത്ത് നിന്ന ആൾക്കാരൊക്കെ എൻ്റെ കാല് കണ്ടിട്ട് എല്ലാവരും പറയുമായിരുന്നു അയ്യോ ഇതിന് എന്നാ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ഈ കാലും മത്തമില്ല, എനിക്ക് ദേഹത്തും ഉണ്ട്, എനിക്ക് അന്നേരം സാരിയൊന്നും ഉടുക്കാൻ പറ്റില്ല, ഞാൻ ചുരിദാർ മാത്രമേ ഇട്ടുകൊണ്ട് വരുന്നതാണ്. ഞാൻ പള്ളിയിൽ പോകുമ്പം ഏത് പോയാലും ഞാൻ സാരിയെ ഉടുക്കുള്ളൂ, ചുരിദാർ ഇടില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് സാരി ഉടുക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അതേപോലെ എൻ്റെ കാല് ദേഹത്ത് മൊത്തം, എനിക്ക് മുഖത്ത് മാത്രമില്ല. എൻ്റെ വീട്ടിൽ വരുന്നവരെല്ലാവരും എന്നെ കണ്ട് വെറുപ്പും അറപ്പോടെ കണ്ടവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്നിട്ട്. എന്നാലും ഞാനത് കാര്യമാക്കാതെ ഞാനിവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ മേളിലെ കയറി, എന്നെ പിടിച്ച് സ്റ്റെപ്പ് കയറി ഇവർ മേളിൽ എന്നെ ഇരുത്തിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്നാലും ഇവർ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുമ്പം 5 മണിയാകും, വൈകുന്നേരം നമുക്ക് ഫുഡ് പിള്ളേർക്ക് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇന്ന് പോകാം, നാളത്തേക്ക് വരാമെന്ന്. വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അന്ന് രാത്രി ഒരു ഡോക്ടർ എനിക്ക് കാലിലിടാൻ സോക്സ് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി നിങ്ങൾ പകലും സോക്സ് യൂസ് ചെയ്യണമെന്ന്. പിറ്റേ ദിവസവും രാത്രി ഞങ്ങൾ വീട്ടിൽ പോയി പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു. അന്ന് എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 11 മണിയായപ്പം 10 മണിയായപ്പോഴൊക്കെ കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞാൻ ആ സോക്സ് എടുത്ത് ഞാൻ കാലിലിട്ടപ്പോൾ എൻ്റെ ഇടത്തെ കാലിലുള്ള ചെറുവിരലിൽ ആ നഖത്തിൽ പതിയെ ഒന്ന് സോക്സ് കയറി കുടുക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ശക്തിക്ക് വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് മുറിച്ച് പോകുന്നതുള്ള വേദനയായിരുന്നു. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, ആൾക്കാർ ഓർക്കും ഈ ചെറിയ വേദനയാണോ എന്ന്. പക്ഷെ അത് ഭയങ്കര ശക്തി. അപ്പോൾ എൻ്റെ കാല് ഞാൻ പൊക്കി പിടിച്ചിട്ട് എൻ്റെ കാല് ഒടിഞ്ഞെന്ന് ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിച്ചു കരയുന്നു. അപ്പോൾ ഇവർ പറയുന്നു ചേച്ചിയെ കാലിൽ ഒന്നുമില്ല, എന്നാൽ ആ സോക്സ് ഊരി കഴിഞ്ഞ് ഇവർ എന്നെ പിടിച്ച് പതിയെ കൊണ്ട് കട്ടിലിൽ കിടത്തി. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം തന്നെ നിങ്ങൾ എന്നെ എന്നെ പള്ളിയിൽ എന്നെ അവിടെ കൃപാസന അമ്മയുടെ അടുത്ത് നിങ്ങൾ ഇരുത്ത്, എന്നാലേ ഇത് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാറില്ല. അപ്പോൾ പറഞ്ഞ് എന്നാൽ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കട്ടിലിൽ കിടന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് തീരാ രോഗമാണോ, ഇത് എന്നെ ചെയ്യും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല, ആൾക്കാരെല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറയുമല്ലോ ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ അന്ന് പ്രാർത്ഥിച്ച് ഒരു
5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, എൻ്റെ വേദന എവിടെ പോയെന്ന് അറിയത്തില്ല. അതുവരെ ഞാൻ ഈ ഇടത്തെ കാല് പൊക്കി പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇരുന്ന് കരഞ്ഞത്. എന്നിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇനി നമുക്ക് ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നാളെ തന്നെ പോകണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം വരാനും ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ വിഷമത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവരോട് ഞാൻ പറയും, നിങ്ങൾ പേടിക്കണ്ടാടാ, നമുക്ക് അമ്മ ഉണ്ടല്ലോ, നമുക്ക് അമ്മ പൈസ തരും, ഏതെങ്കിലും രീതിക്ക് നമുക്ക് പൈസ തരും, നമുക്ക് നാളെ തന്നെ പോകണം, ഫുഡിൻ്റെ പിള്ളേർക്ക് ഫുഡില്ലെന്ന് വിളിച്ച് പറയണം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് 10 മണിക്കുള്ള ഇതിൽ ഞങ്ങൾ കൂടി ക്ലാസ് കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അന്ന് രാത്രി എനിക്ക് മുട്ടുകുത്തി. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയി ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തവുമായി, കാലിൽ വന്ന് കയ്യിൽ വന്ന് മുഖത്തിൽ മാത്രം വന്നില്ല, ദേഹത്ത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തിലേയും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് ഇവിടെ വന്ന് അടുത്തിരുന്നപ്പോൾ ഞാൻ ഇതുങ്ങളോട് പറഞ്ഞു, എൻ്റെ മോനും ഉണ്ടായിരുന്നു, മോനെ എൻ്റെ ദേഹത്തൊക്കെ ആയിട്ടുണ്ട്, കയ്യിൽ കണ്ടോ, ദേഹത്ത് കണ്ടോ, എൻ്റെ ദേഹത്ത് മൊത്തവും ഇതേപോലെ ഞാൻ എന്നെ ചെയ്യുമെന്ന്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്ത് വന്നതല്ലേ, എൻ്റെ അമ്മ എനിക്ക് മാറ്റിത്തരും. അമ്മ മാറ്റാത്തത് ഈ ലോകത്ത് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല, ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. അമ്മയായിട്ടും എൻ്റെ കർത്താവും യേശുവും നമുക്ക് തന്നതാണ്. ആ വേദന ഞാൻ സഹിച്ചോളാം, എന്നെ നിങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലേക്ക് പോലും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ രാത്രിയും പകലും ഇവർ കാണാതെ തന്നെ ദേഹത്ത് മൊത്തമൊക്കെ ഞാൻ തേക്കും. അപ്പോൾ എൻ്റെ മോൻ പറയും, അമ്മ ഇങ്ങനെ വാരി തേക്കല്ലേ, ഇത് 3 മാസത്തേക്കുള്ളതാണ്, തീർന്ന നമുക്ക് കിട്ടത്തില്ല, വാരി തേക്കല്ലേ, അമ്മയ്ക്ക് അതുമല്ല പുകച്ചിലെടുക്കുമെന്ന് പറയും. ഞാൻ പറഞ്ഞു, പുകഞ്ഞാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ വാരി തേക്കും, തേച്ചാലും ഭയങ്കരമായിട്ട് പുകച്ചിൽ. അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കൂടാൻ എനിക്ക് മുട്ടുകുത്തിയിരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ മുട്ടുകുത്തും. അപ്പോൾ ഇവർ പറയും, മുട്ടുകുത്തേണ്ട, കസേരയിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ കസേര ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ കാല് വേദനയ്ക്കും ഇരിക്കട്ടെ, ഞാൻ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ആ വേദനയോടെ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് ഇവർ എന്നെ കസേരയിൽ ഇരുത്തും. അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്കത് കിട്ടിയത്. 15 ദിവസം എന്ന് പറയുന്ന ഈ 1.5 മാസം കൊണ്ട് ജാനുവരി ഫെബ്രുവരി 18-ാം തീയതി എനിക്ക് ഈ തുടങ്ങിയ അസുഖമാണ്. ഈ അസുഖം മാർച്ച് മാസം ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ളത് കാലിലുള്ളത് ഉടമ്പടി എടുത്ത് ഒരു 10-15 ദിവസം കഴിയും മുമ്പേ മാറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി കൊണ്ടുവരുന്ന ആ ചേട്ടനൊക്കെ പറഞ്ഞു, അയ്യോ കാലിലെയും കയ്യിലുള്ളതൊക്കെ മാറിയല്ലോ, കയ്യിലുള്ളത് പെട്ടെന്ന് പോയല്ലോ ജെസ്സി. ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തു, അങ്ങനെയാണ് എനിക്ക് കംപ്ലീറ്റ് ഇപ്പോൾ മാറിയത് ചേട്ടാ, ഇപ്പോൾ കാലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഭയങ്കര സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് പറയാൻ പറ്റാത്തതാണ്. കാലും കൈയൊക്കെ കണ്ട ആൾക്കാർ അറച്ചു പോകും, അതേപോലുള്ള ഇതായിരുന്നു എൻ്റെ കാലിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 4 വർഷം കൊണ്ട് വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, ഒരു വീട്ടിലെ ഇടപ്പള്ളിയിലെ പോണേക്കരയിൽ. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഏപ്രിലിൽ ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല, ഞങ്ങൾ മാറ്റുവാന്ന് പറഞ്ഞു. മാറ്റിയാൽ ഞങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലങ്ങളോ ഒന്നുമില്ല, ഞാൻ പണ്ടിനാലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങ് പോകും, പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ ഇടപെട്ട് എനിക്ക് ആ വീട് പുതുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി ആകുമ്പോൾ അവർ വിളിച്ച് പറയുന്നു, വീട് ഞങ്ങൾ പുതുക്കുന്നുണ്ട്, പേപ്പറൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ 32,000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞങ്ങളത് പുതുക്കുന്നത്. അപ്പോൾ വീണ്ടും അതിലെനിക്ക് 2 അനുഗ്രഹം വീണ്ടും എനിക്ക് തന്നു. വീണ്ടും അനുഗ്രഹം തന്ന് ഞങ്ങൾ ചെറിയ ചെറിയ ബിസിനസ് നടത്തി. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ കടബാധ്യത. ഈ കഴിഞ്ഞ ഡിസംബർ വരെ ഞങ്ങൾക്ക് ഒരു കടങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ കടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ ഡിസംബറിലെ നല്ല രീതിക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയ ഞങ്ങൾ പെട്ടെന്ന് ജാനുവരി ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര കടബാധ്യതയും പ്രശ്നങ്ങളും. എനിക്ക് കാലുപാടില്ലാതെ വന്നു, ഞങ്ങൾ ഹോം നേഴ്സൊക്കെ നിർത്തി, ഫുഡിൻ്റെ പിള്ളേരൊന്നും ഇല്ലാതായി. ഒരു മാസം 10-12 ലക്ഷം രൂപ വരുമാനം വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ആ ജനുവരി വന്നപ്പോൾ 2025 ഭയങ്കരമായിട്ട് ഞങ്ങൾ തകർന്നു പോയി. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാലും പെട്ടെന്ന് വന്നു. അത് എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവരെ കൊണ്ട് ഇവിടെ എത്തിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തന്നതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ അതിനു മുമ്പേ ഡിസംബറിലേക്കും എല്ലാം ഞാൻ എപ്പോഴും പറയും, നമുക്ക് ഒരു ദിവസം പോകണമെന്ന്, ഇവർ കൊണ്ടുവരത്തില്ല എന്ന് വാശി പിടിക്കുമായിരുന്നു. ഇപ്പം ഇവരും ഉടമ്പടിയിലാണ്. ഇപ്പം വീണ്ടും
10-ാം തീയതി വന്നപ്പോൾ അപ്പോൾ 2 സാക്ഷ്യം അത് എനിക്ക് നിറവേറ്റി തന്നു, എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും. ഇപ്പോൾ വീണ്ടും 10-ാം തീയതി ആയപ്പോൾ 75,000 രൂപ ഞങ്ങൾ വാടക കൊടുക്കാനും, അപ്പോൾ 46,000 രൂപ വെള്ളത്തിൻ്റെ പൈസയും കൊടുക്കാനുണ്ട്. അപ്പോൾ പുള്ളി തീർത്തും വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾ താമസിക്കുന്നില്ല, നിങ്ങൾ 10-ാം തീയതി മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ഉച്ചയ്ക്കും രാത്രിയും പകലും എല്ലാം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. കറക്റ്റ് 2:30 അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ് 2:30 മണി. ഈ 2:30 മണിക്ക് എനിക്ക് കാലുപാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തിയിരിക്കും. മുട്ടുകുത്തി 1/4 മണിക്കൂർ ഞങ്ങളിരുന്ന് പ്രാർത്ഥനയും ബൈബിള് വായിക്കാനും വിശ്വാസ പ്രമാണം ചൊല്ലും, പ്രത്യക്ഷ പ്രാർത്ഥന എല്ലാം ചൊല്ലി ഞങ്ങൾ 2 പേരും എൻ്റെ മകനുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. മകനില്ലാത്ത സമയം ഞങ്ങളത് കറക്റ്റായിട്ട് ഞങ്ങൾ ആ 2:30ക്ക് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, ഞങ്ങൾ ഇതുവരെയും കാത്തുരക്ഷിച്ചു. ഇനി 10-ാം തീയതി ഞങ്ങൾ എവിടെ പോകാൻ സ്ഥലമില്ല. വേറെ വീടെടുക്കാനുള്ള എനിക്ക് ഒരു വഴിയും ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. വീടെടുക്കാനുള്ള വേറെ വീട് നോക്കുമ്പം 50,000 60,000 ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം, 20,000 35,000 രൂപ വാടക കൊടുക്കണം. എനിക്കത് പറ്റില്ല. ഞങ്ങളൊരു മേളിലെ ഹോസ്റ്റൽ നടത്തുന്നവരാണ്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ നമുക്ക് പറഞ്ഞു വിടാൻ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ മേളിലേക്ക് ഉപ്പ് കൊണ്ട് വിതറും, താഴേക്ക് ഞങ്ങൾ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കരഞ്ഞു തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി 50,000. പക്ഷേ ആ 50,000 രൂപയ്ക്കും ടോക്കൺ 1,500 രൂപ ഞങ്ങൾ കൊടുത്തപ്പോൾ തന്നെ ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ വീട് വേണ്ട, എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഈ വീട്ടിൽ താമസിച്ചാലേ എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് അടുത്ത് നടന്ന് പോകാൻ പറ്റുള്ളൂ. ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വരണമെങ്കിലും എനിക്ക് അടുത്ത് ഈ വീട് തന്നെ വേണം. എനിക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കാൻ ഇനി എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥനയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈശോനെയും മാതാവിനെയും വീട്ടിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെ വേറെ എവിടെ കൊണ്ടുപോയാലും എനിക്ക് ഇതേപോലെ എനിക്ക് അമ്മേനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ എന്നും അമ്മയെ കെട്ടിപ്പിടിച്ച്, മാതാവിൻ്റെ രൂപം അവിടെ വീട്ടിലുണ്ട്, കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. എനിക്ക് ഇതേപോലെ എനിക്ക് പ്രാർത്ഥിക്കണ്ടേ, എന്നെ വേറെ വീട്ടിൽ നിങ്ങൾ അമ്മ കൊണ്ടുപോകില്ലേ, എനിക്ക് ഈ വീട് മതി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്കൊക്കെ നിലവിളിച്ച് കരഞ്ഞ് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് ആ വീടിനുള്ള അവർ പറഞ്ഞു 50,000 65,000 ഒന്നിച്ച് തന്നാലേ ആ വീട് തരുവുള്ളൂ എന്ന്. അപ്പോൾ ആ വീട് ക്യാൻസലായി വന്നപ്പോൾ വെള്ളിയാഴ്ചയ്ക്കെന്ന് 10-ാം തീയതി അല്ല 8-ാം തീയതി വെള്ളിയാഴ്ചയ്ക്കെന്ന് അലമാരി ഞങ്ങൾ സാധനങ്ങളെല്ലാം പിറക്കി ഓരോന്നോരോന്നാ ഒതുക്കി പിറക്കി വെച്ച് കെട്ടി വെക്കുക മാറാൻ വേണ്ടിയിട്ട്. 10-ാം തീയതി ആൾ വരുമല്ലോ മാറിക്കൊടുക്കണ്ടേന്ന്. അലമാരിയിൽ നിന്ന് എല്ലാം ഒതുക്കി ടിവിയും സാധനങ്ങളെല്ലാം ഈ പയ്യനെല്ലാം അടുക്കി പിറക്കി എല്ലാം എടുത്തു വെച്ചു. 75,000 കൊടുത്താൽ നമുക്ക് നിൽക്കാം. 75,000 എങ്ങനെ കൊടുക്കും? 75 പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആ ബ്രോക്കർ ചേട്ടൻ വന്ന് പറഞ്ഞു, ജെസ്സി നിങ്ങൾ ഈ വാരിക്കെട്ടിക്കൊണ്ട് എല്ലാം എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു അറിയില്ല ചേട്ടാ, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എന്നെ കൈവിടത്തില്ല എൻ്റെ മാതാവ്. ഞാൻ അതേപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എന്നെ കൈവിടല്ല, എനിക്ക് ഈ വീട് തന്നെ കിട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് എല്ലാവരോടും ഇച്ചിരി പൈസ ചോദിച്ചു നോക്കാം, നമ്മൾ കാറ്ററിംഗ് നടത്തുന്നവരാണല്ലോ, നമുക്ക് പൈസ തിരിച്ച് മറിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോളെ ഞാൻ വിളിച്ച് ചോദിച്ച്, അവൾ 35,000 രൂപ തന്ന്. വേറെ ഫുഡിൻ്റെ അമ്മച്ചിമാരെയൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവരും കൂടി എനിക്ക് 75,000 രൂപ തന്നു. പക്ഷെ അത് തന്നെ എവിടെ നിന്ന് കിട്ടിയെന്ന് തന്നെ എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക്, എൻ്റെ കർത്താവും എൻ്റെ ഈശോയും എനിക്ക് ഇടപെട്ട് അത് എനിക്ക് മേടിച്ച് തന്നതാണ്. ആ 75,000 രൂപയും ഞങ്ങൾ ഓണർക്ക് ഇട്ടുകൊടുത്ത് പിറ്റേ ദിവസം തന്നെ പറഞ്ഞ് അവർ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇനി കുഴപ്പമില്ല, ഇതേപോലെ തന്നെ അവർ പോയാൽ മതിയെന്ന്. അതിന് തന്നെ 100 നന്ദി പറഞ്ഞാലും 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അത് 3ാമത്തെ സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ പിറന്നാളായിരുന്നു 2 മാസത്തേക്ക് മുമ്പ്. ഞങ്ങളുടെ കയ്യിൽ ഈ 1 രൂപ പോലും ഇല്ല. അപ്പം ഞങ്ങൾ മോളുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ പിറന്നാളല്ലേ നാളെ, എനിക്കൊരു 1000 രൂപ പോലും ഇല്ല, ഒരു കേക്ക് മേടിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നെ ചെയ്യുമെന്നൊക്കെ ഓർത്തു. ആ രാത്രി ഒന്നുമില്ല. പിറ്റേ ദിവസമാണ് എൻ്റെ പിറന്നാൾ. 3 മണിയാകുമ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ വന്നു. എവിടെ നിന്ന് വന്നു, ഏത് വന്നു എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് 1000 രൂപ അമ്മ മാതാവ് എനിക്ക് തന്നതാണ്. ഞാൻ അടുത്ത് പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് കേക്ക് മേടിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല, ഒരു 1000 രൂപ കേക്ക് മേടിക്കാൻ തരണേന്ന്. അപ്പോൾ ഈ 1000 രൂപ എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നറിയില്ല, തന്നു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയും
കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യാൻ പോവും. കാല് പാടില്ലെങ്കിലും ഞങ്ങളെ പിടിച്ച് ഇവർ എന്നെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകും. ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഞങ്ങൾ വീട്ടിലേയും വിതറും. കാരുണ്യ പ്രവൃത്തി പത്രം ഒരു മാസത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങളിവിടെ വരും. കാലുപാടിലാണെങ്കിലും വന്ന് ഇവരെന്നെ കൂട്ടിക്കൊണ്ട് വന്ന് പത്രവും മേടിച്ച് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ഞങ്ങൾ കൊടുക്കും. ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കും, ചോറ് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു പാവപ്പെട്ട ഓട്ടോ ചേട്ടനുണ്ട്. ഓട്ടോ ചേട്ടന് ഞങ്ങളുടെ ഉള്ളതിലെ വീതം പുള്ളിക്ക് എല്ലാ ദിവസമാണെങ്കിലും ആഴ്ചയ്ക്കാണെങ്കിലും ഞങ്ങളുടെ കഴിഞ്ഞ് ഉള്ളത് കൊടുക്കും. അനാഥാലയ കുട്ടികൾക്ക് സ്നാക്സൊക്കെ മേടിച്ച് കൊടുക്കും. പിന്നെ അവിടെ പോയിട്ട് പിള്ളേരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് പിള്ളേർ പറയുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ പറയും വാച്ച് വേണം, വളയൊക്കെ വേണമെന്നൊക്കെ, അതെല്ലാം ഞങ്ങൾ മേടിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഇതുവരെയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇനി വേറെ ഒന്ന് പറയാനുള്ളത്, ഞാൻ അമ്മയോട് എന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എത്ര പാടില്ലെങ്കിലും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അതിനുള്ള എനിക്ക് അനുഗ്രഹം എനിക്ക് തരണം. പിന്നെ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കാനുള്ള അനുഗ്രഹവും കൂടി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലേയും കാലിലേയും ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൽ കാണാൻ പറ്റില്ല. അതേപോലെ ഉണ്ട്. ഇത് വലിയ വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കുകയാണ്. എൻ്റെ പേര് അമിത. ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ സഭാംഗമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസം 9-ാം തീയതിയാണ്. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞാൻ ഉടമ്പടി എടുത്ത കുറച്ച് മാസങ്ങൾക്ക് ഞാൻ ആദ്യമൊക്കെ ഞാൻ യാക്കോബായ വിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊന്ത ചെല്ലുന്നത് ഞാൻ അത്ര സ്ഥിരമായി കൊന്ത ചെല്ലില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെല്ലാറില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും, ബുക്കൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ എന്നാലും ചൊല്ലും. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ചൊല്ലുന്ന പോലെ ആയിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ചൊല്ലേണ്ട ആവശ്യമുണ്ടോ അങ്ങനത്തെ ഒരു സംശയമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് ഞാൻ കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞാനപ്പോൾ അത് കൊന്ത വാങ്ങിച്ച് ഇടയ്ക്ക് ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷെൽഫിൽ അത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡ് കുട്ടികൾ തറവാട് വീട്ടിലായിരുന്നു, അവരെ വിളിക്കാനായിട്ട് പോയി. ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി. അപ്പോൾ എനിക്ക് ചെറിയൊരു സുഗന്ധം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ മുറിയിലേക്ക് ചെന്ന അലമാരിയിൽ വാച്ചൊക്കെ ഊരി വെക്കാനായിട്ട് അലമാരി തുറന്നു കഴിഞ്ഞപ്പോൾ അലമാരിയിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പെർഫ്യൂമൊക്കെ ഇരിപ്പുണ്ട്, പെർഫ്യൂമിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ച് സാധാരണ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂമിൻ്റെ ഒന്നും മണമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എല്ലായിടത്തും മണത്ത് നോക്കി, അതൊന്നും അല്ല, അതുപോലത്തെ മണമൊന്നും അല്ല എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോൾ ഡോറിൻ്റെ അവിടെ നിന്നാണ് മണം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഡോറിലാണ് ഈ കൊന്ത തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ കൊന്ത പെട്ടെന്ന് എനിക്ക് കണ്ണ് കൊന്തയിലൊടക്കി പെട്ടെന്ന് കൊന്ത എടുത്ത് നോക്കിയപ്പോൾ ആ കൊന്തയിൽ നിന്നാണ് എനിക്ക് സുഗന്ധം വരുന്നത്. ആ കൊന്ത പിടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊന്ത പെട്ടെന്ന് എടുത്ത് അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പെട്ടെന്ന് തന്നെ കൊന്ത ചൊല്ലി. അത് കഴിഞ്ഞ് ഹസ്ബൻഡും കുട്ടികളും വന്നപ്പോൾ അവരെയും കാണിച്ചു കൊടുത്തു. അവർക്കും ഈ സ്മെല്ല് അനുഭവപ്പെട്ടു. അന്ന് രാത്രി മുഴുവൻ വരെ എനിക്കും ഹസ്ബൻഡും കുട്ടികൾക്ക് ആ മണം അനുഭവിച്ചു. അതിനുശേഷം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കൊന്ത ചെല്ലാതെ കിടന്നിട്ടില്ല. എന്നും കൊന്ത ചെല്ലുമായിരുന്നു, എന്നും കൊന്ത ചെല്ലും. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായൊരു സാക്ഷ്യം, ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് PhD 2019 PhD ജോയിൻ ചെയ്തതാണ്. 2022 എൻ്റെ PhDയിൽ യാതൊരു അധിക പുരോഗതിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് പല പല പ്രശ്നങ്ങൾ, ഒത്തിരി ജോലി ഭാരം എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യത്തിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു PhD ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാനെന്നാൽ PhD നിർത്താം, ഇനി എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു. ഞാൻ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്താണ് എൻ്റെ പപ്പയുടെ ഒരു അസുഖമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം PhDയുടെ കാര്യവും ഉടമ്പടിയിൽ വെച്ചിരുന്നു.
അങ്ങനെ ഉടമ്പടി മുന്നോട്ട് പോയി ഞാൻ ഉടമ്പടിയുടെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിന് ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരാൻ പറ്റും, മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. എല്ലാവിധ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു പോയി. അങ്ങനെ പതുക്കെ എനിക്ക് PhD ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ വന്നു. അതായത് എനിക്ക് അതിൻ്റെ ഒരു വിശ്വാസം വന്നു. ഞാൻ എല്ലാം അമ്മേനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അമ്മ നോക്കിക്കോളും എൻ്റെ കാര്യങ്ങളെല്ലാം എന്നെനിക്കൊരു വിശ്വാസം വന്നു. അങ്ങനെ പതുക്കെ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി. എൻ്റെ ആദ്യത്തെ കടമ്പകൾ എനിക്ക് 2 പേപ്പർ പബ്ലിഷാക്കി എടുക്കണം. അതപ്പോൾ എൻ്റെ ഗൈഡ് പറഞ്ഞിരുന്ന 2 സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിൽ പബ്ലിഷാക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തു. ആദ്യത്തെ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് കുറേ സമയമെടുത്തു അതൊന്ന് അക്സെപ്റ്റായി വരാൻ. ഈ മേഖലയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് അക്സെപ്റ്റായി വരാനുള്ള ടൈം. അപ്പോൾ അത് കൊടുത്തിട്ട് ഒത്തിരി തടസ്സങ്ങളും ഒത്തിരി ഇതുമായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്കത് വാങ്ങിത്തരും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിരുന്ന പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ പുറകിൽ വെച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എനിക്ക് ആ പേപ്പർ അക്സെപ്റ്റ് ആയി കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരു പേപ്പറും കൂടെ പബ്ലിഷ് ചെയ്യണം. അടുത്ത പേപ്പർ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2-3 ജേണലിൽ നിന്ന് റിജക്ഷൻ വന്നു. ഞാൻ സ്കോപ്പസ് ഇൻഡെക്സ് ജേണൽ തന്നെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് റിജക്ഷനാണ് ആദ്യമൊക്കെ വന്നത്. അപ്പോഴും എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു, എന്താണ് എനിക്ക് എല്ലാം ഇങ്ങനെ റിജക്ഷൻ വരുന്നതെന്നൊക്കെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു SCI ജേണലിൽ സബ്മിറ്റ് ചെയ്തു. SCI ജേണൽ എന്ന് പറഞ്ഞാൽ സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിനേക്കാളും നല്ല ജേണലാണ്. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ പേപ്പർ അങ്ങനത്തെ ഒരു ജേണൽ പബ്ലിഷായി വരുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ലാത്ത കാരണം ഞാനത് ആദ്യമേ കൊടുക്കാതിരുന്നത്. കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ സ്കോപ്പസ് ഇൻഡെക്സ് ജേണലിൽ ആദ്യമേ കൊടുത്തത് അതുകൊണ്ടാണ്. പക്ഷേ അവിടെ നിന്ന് റിജക്റ്റായി വന്നപ്പോൾ പക്ഷേ എനിക്ക് ഇങ്ങനെ SCI ജേണലിൽ കൊടുക്കാനായിട്ട് ഇട വന്നു. അതിൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് ആക്സെപ്റ്റായി വന്നു. മറ്റേ ജേണലുകളിൽ നിന്ന് റിജക്റ്റായി വന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി പബ്ലിക്കേഷനായ കുറച്ചുകൂടെ നല്ല ജേണലിൽ എനിക്ക് അത് പബ്ലിഷായി വന്നു, പെട്ടെന്ന് തന്നെ പബ്ലിഷായി വന്നു. അങ്ങനെ എൻ്റെ PhDയുടെ ക്രൈറ്റീരിയ മീറ്റായി. ഇനി ഗൈഡ് എൻ്റെ അടുത്ത് തീസിസ് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോഴും തീസിസ് എഴുതുമ്പോഴും എനിക്ക് ധൈര്യമില്ല, എങ്ങനെയൊക്കെ എഴുതും എന്തൊക്കെ എഴുതുമെന്നൊന്നും എനിക്ക് ഭയങ്കര ധൈര്യമില്ല. അപ്പോൾ എന്നെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എല്ലാം മാതാവിന് കൊടുത്തു. മാതാവിനോട് പറഞ്ഞു മാതാവ് കൂടെ ഇരുന്ന് എനിക്ക് ചെയ്തു തരണം, എനിക്കിത് എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ കാശുരൂപം വയ്ക്കും, എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പുരട്ടി കുരിശ് വരയ്ക്കും, ഉപ്പ് വായിലിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ തീസിസ് എഴുതി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തീസിസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രീ സിനോപ്സിസ് പ്രസൻറ്റേഷൻ നടത്തണം. ഈ പ്രീ സിനോപ്സിസ് പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് കഷ്ടപ്പെട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഈ ഓരോ പ്രാവശ്യം ഈ കഷ്ടപ്പാട് വരുമ്പോൾ ഞാൻ എപ്പോഴും ഓരോ നമ്മളുടെ അവിടുത്തെ ഓരോ അതോറിറ്റീസിൻ്റെ ഡേറ്റ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഡേറ്റിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും കോമൺ ആയിട്ടൊരു കറക്റ്റ് ഡേറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ ഓരോ അതോറിറ്റീസിൻ്റെയും റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഡേറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, ആ ഡേറ്റിനുള്ളിൽ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഏത് ഡേറ്റാണ് നല്ലത്, ഏത് ഡേറ്റ് ആയിരിക്കും എനിക്ക് നല്ലത്, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല, എന്താണ് ഇനി എനിക്ക് മുന്നിൽ വരണ്ടേ, എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ ഞാനിടുന്ന ഡേറ്റിന് എന്നൊക്കെ എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മ തന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് എല്ലാ രീതിയിലും സൗകര്യപ്രദമാകുന്ന ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അമ്മ തന്നെ അത് എനിക്ക് നടത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആദ്യം ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഞാൻ കോയമ്പത്തൂരാണ് PhD ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ കോയമ്പത്തൂർക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വാളയാറെത്തിയപ്പോഴത്തേക്കും ഗൈഡിൻ്റെ മെസ്സേജ് വന്നു, അന്ന് അവിടെ മഴ കാരണം ഹോളിഡേ ഡിക്ലെയർ ചെയ്തു, ഇനി പ്രസൻറ്റേഷൻ നടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അത് ഭയങ്കര വിഷമമായി പോയി, കാരണം ഇത് കിട്ടാതെ വന്നപ്പോൾ ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങൾ അന്ന് കോളേജ് വരെ ഒന്ന് പോയി എന്തെങ്കിലും രീതിയിൽ നടത്താൻ പറ്റുമോ എന്നറിയാൻ, പക്ഷേ അന്ന് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു.
തിരിച്ചു വന്ന് പിന്നെയും ഇതിൻ്റെ പുതിയ ഡേറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം നടക്കേണ്ട വന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മാതാവ് എന്നെ ഇങ്ങനെ കുറേ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മാതാവിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പത്രം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഈ ഡേറ്റ് തെറ്റി ക്യാൻസലായി പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് എനിക്ക് വായനയിൽ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇനിയും സ്ട്രഗിൾസ് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. ഞങ്ങൾക്കന്ന് പോരുന്ന വഴിക്കും വീണ്ടും സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, എനിക്ക് മനസ്സമാധാനം കിട്ടി. ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വീണ്ടും കുറച്ച് പത്രം വാങ്ങിച്ചു. മലയാളം പത്രവും തമിഴ് പത്രവും വാങ്ങിച്ചു. ഞാൻ മലയാളവും തമിഴും പത്രം കൊണ്ടുപോയി പോകുന്ന വഴിക്ക് പിന്നീട് എനിക്ക് പല പ്രാവശ്യമായിട്ട് കോയമ്പത്തൂർ പിന്നെയും പോകേണ്ട വന്നു ഈ ഡേറ്റ് കറക്റ്റാക്കേണ്ട വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോകേണ്ട വന്നപ്പോഴെല്ലാം ഞാൻ ഈ പത്രം ഓരോ ഡയറക്റ്റ് ബസ്സുണ്ട് ഇവിടുന്ന് കോയമ്പത്തൂർക്ക്. പക്ഷേ എങ്കിലും ഞാൻ KSRTC ബസ്സിന് കയറി ഓരോ ബസ് സ്റ്റാൻഡുകളിൽ ഇറങ്ങിയിട്ട് അവിടെ പത്രം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങോട്ട് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും കൃപാസനം അറിയില്ല, കുറച്ച് പേർക്കേ അറിയുള്ളൂ. അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൂടാതെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ തമിഴ് പത്രം കൊണ്ടുപോയി എൻ്റെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ ഉള്ള കടകളിലും മറ്റുമായിട്ട് ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ അടുത്തൊക്കെ എനിക്ക് അറിയാവുന്ന തമിഴിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സ്ട്രഗിൾസ് വരുത്തിയത് എന്നെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടി. എനിക്ക് നവംബർ 12 എന്ന് പറഞ്ഞ ഡേറ്റ് കിട്ടി. ആ ഡേറ്റിൽ എൻ്റെ പ്രീസിനോപ്സിസ് പ്രസൻറ്റേഷൻ നടന്നു. നവംബർ 27 എൻ്റെ തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി. ഡ്രാഫ്റ്റ് തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റി. ഡ്രാഫ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്താൽ പിന്നെ 3 to 6 months ഉള്ളിൽ തീസിസ് സബ്മിറ്റ് ചെയ്യണം എന്നാണ്. ആ 3 to 6 months ഉള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ അവിടെ NBA അക്രഡിറ്റേഷൻ്റെ വർക്കുകൾ നടക്കുന്ന കാരണം ഭയങ്കര തിരക്കായിരുന്നു. അതിന് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം പിന്നെ എനിക്ക് അതിൻ്റെ അകത്തേക്ക് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഗൈഡിൻ്റെ HODയുടെ എന്നൊക്കെ കറക്ഷൻ കിട്ടി. കറക്ഷൻസ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് ഇതിൻ്റെ ഇടയിൽ. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിപ്പോയി. അങ്ങനെ മാർച്ച് മാസത്തിൽ അക്രഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഒന്ന് തീസിസിലേക്ക് നോക്കാൻ പറ്റിയത്. ആ സമയത്ത് അപ്പോഴത്തേക്കും എനിക്ക് ഞങ്ങളുടെ അക്രഡിറ്റേഷൻ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കോളേജിലിരുന്നപ്പോൾ ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം എൻ്റെ HB ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്, 7.5 ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം, അല്ലെങ്കിൽ 1 മാസം റെസ്റ്റ് എടുത്തിരുന്ന് ബ്ലഡ് ഇത് കൂട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് 1 മാസം റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് വെള്ളം കുടിച്ച് ഒക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബെറ്ററായി, എൻ്റെ HBയുടെ കണ്ടീഷൻ കുറച്ച് ബെറ്ററായി. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ യൂട്രസ് ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് അഡിനോമയോസിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ചെറുതായിട്ടല്ല അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സ്കാൻ റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം, ഇനി എനിക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പുറകെ ഒന്നും പോകാൻ എനിക്ക് സമയമില്ല, എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അന്ന് തന്നെ വൈകുന്നേരം വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തൈലമിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷ, ഓൺലൈനായിട്ടുള്ള രോഗശാന്തി ശുശ്രൂഷ, ഉടമ്പടി ധ്യാനത്തിൻ്റെ അടുത്തുള്ള ശുശ്രൂഷ കൂടി പ്രാർത്ഥിച്ചു. വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്നുകൂടെ നോക്കി. ഡോക്ടർ നോക്കുമ്പോൾ പറയുന്നു ഒരു കുഴപ്പമില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്ക് സുഖപ്പെട്ട് കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തീസിസ് അപ്പോൾ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് ആ മാസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് ഏപ്രിൽ വന്ന് അവിടെ കുറച്ച് ദിവസം നിന്ന് തീസിസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് കോളേജിൽ നിന്നുള്ള തിരക്കൊന്ന് ഒഴിഞ്ഞു കിട്ടി. പിന്നെ എനിക്ക് വെക്കേഷൻ ലീവും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ബാക്കി തീസിസിൻ്റെ കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ഡേറ്റ് എനിക്ക് സെറ്റാക്കി തന്നത് എൻ്റെ മാതാവാണ്. മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് പറ്റുന്ന ഡേറ്റ് മാതാവ് തന്നെ ഫിക്സ് ചെയ്ത് തരണേ. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ക്യാൻസൽ ആയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഡേറ്റിൽ വന്നാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ മെയ് 24-ാം തീയതി എൻ്റെ തീസിസ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തീസിസ് എല്ലാം പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന ഞാൻ ഉടമ്പടി കാശുരൂപം അതിൻ്റെ പുറത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ തീസിസിൻ്റെ റിവ്യൂ വന്നു. ഇത് ഈ മേഖലയിലുള്ളവർക്കറിയാം, അത്ര പെട്ടെന്ന് തീസിസിൻ്റെ റിവ്യൂ അധികം ആർക്കും വരാറില്ല. ഒരു 3 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വരെയൊക്കെയാണ് തീസിസിൻ്റെ റിവ്യൂ സാധാരണ വരുന്നത്. അത് മാത്രമല്ല, എനിക്ക് തീസിസിൻ്റെ റിവ്യൂ വന്നപ്പോൾ എനിക്ക് ഒരു കറക്ഷനും വേണ്ട എന്നുള്ള രീതിയിലാണ് എനിക്ക് തീസിസിൻ്റെ റിവ്യൂ വന്നത്. അതുപോലെ ഇതിനെല്ലാം കാരണം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൂടെ ഇരുന്നാണ് എൻ്റെ തീസിസ് ചെയ്തത്. എനിക്ക് മാതാവ് തന്നെയാണ് എൻ്റെ തീസിസ് എഴുതി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ഹൈ ക്വാളിറ്റി തീസിസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ തീസിസിൻ്റെ കമൻറ്റും വന്നത്. അത് മാതാവ് എഴുതി തന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് 20-ാം തീയതി എൻ്റെ ഫൈനൽ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് സാധിച്ചു കിട്ടി. ദൈവത്തിന് 1000 നന്ദി. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം, ഇതെൻ്റെ മകനാണ്. എൻ്റെ പേര് ഡിലൻ. അവൻ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനധികം പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. അങ്ങനെ മടി പിടിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തോടു കൂടി അതിന് വന്നു. അതിൻ്റെ അടുത്ത് ഞങ്ങൾ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് തന്നെ നടന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവനങ്ങനെയൊന്നും പ്രാർത്ഥിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ അതിൻ്റെ അകത്ത് ഫുൾ ടൈം പ്രാർത്ഥിച്ച് തന്നെ നടന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് വന്ന അച്ഛൻ്റെ ബ്ലെസ്സിങ്സും വാങ്ങിപ്പോയി. അതിനുശേഷം അവൻ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഒത്തിരി നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ചു. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഇരുന്ന് പഠിച്ച് ഞാൻ കാണുന്നത്. അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു. അവന് CBSEയിൽ 78% മാർക്കോടുകൂടി അവന് പാസ്സാവാൻ സാധിച്ചു. യേശുവിന് 1000 നന്ദി. അത് കഴിഞ്ഞിട്ട് എൻ്റെ +2 അഡ്മിഷന് പോയപ്പോൾ ഞാൻ ആ സമയം ഇവിടെ ഇല്ല. ഞാൻ PhDയുടെ വർക്കുമായിട്ട് കോയമ്പത്തൂർ പോയേക്കുക. അപ്പം ഹസ്ബൻഡും അവനും കൂടിയാണ് അഡ്മിഷന് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ എക്കണോമിക്സാണ് ഗ്രൂപ്പ് കൊടുത്തത്. അവന് കൊമേഴ്സാണ് കിട്ടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുപോലെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ, അവന് +2 കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മാതാവേ അവന് ഹയർ സ്റ്റഡീസിന് ഉതകുന്ന രീതിയിൽ ഒരു നല്ല ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവന് മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം. ഞാൻ ഇത്ര മാർക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ല. അവന് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത്. അവന് വേണം. അപ്പോൾ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൻ്റെ ആഗ്രഹം കൊമേഴ്സ് എടുക്കണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ എക്കണോമിക്സും ആയിരുന്നു. അപ്പോൾ അവന് എക്കണോമിക്സ് ആണെങ്കിൽ എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്കത് താല്പര്യമില്ല, എനിക്ക് വേറെ സ്കൂളിലാണെങ്കിലും കൊമേഴ്സ് എങ്ങനെയെങ്കിലും കിട്ടുമോ, എവിടെയെങ്കിലും അന്വേഷിക്കാൻ പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ഇരിക്കുകയാണ്, അവിടെ ഇരുന്ന് എങ്ങനെ അന്വേഷിക്കും. അങ്ങനെ പിന്നെ പലരോടും ചോദിച്ചപ്പോൾ ചില സ്ഥലത്ത് റെക്കമെൻഡേഷൻ വേണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾക്കാണെങ്കിൽ ആലോചിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ ഫാദറും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറൊക്കെ മരിച്ചുപോയി. പിന്നെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ, അമ്മ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഈ അഡ്മിഷൻ വാങ്ങിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എടുത്തിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ ഞങ്ങൾ വേറെ സ്കൂളിൽ പോയി അന്വേഷിക്കാം, വേറെ എവിടെയെങ്കിലും കൊമേഴ്സ് കിട്ടുമോ എന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ തന്നെ ഒന്നുകൂടെ പോയി ചോദിച്ചാലോ, തരുമോ എന്ന് ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ, അവൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, അവിടെ തന്നെ വീണ്ടും പോയി ചോദിച്ചു. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി അവിടുത്തെ കോമ്പൗണ്ടിൽ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിഷൻ നടക്കുന്ന റൂമിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ സമയത്തും ഞാൻ അവിടെ ഉപ്പിട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് റിസപ്ഷനിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അഡ്മിഷൻ ഞങ്ങൾക്ക് എക്കണോമിക്സാണ് കിട്ടിയത്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയാനായിരുന്നു വന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറ്റി അവിടെ ഇരുന്ന മാഡം ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിച്ചില്ല.
ഏത് ബ്രാഞ്ചാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കൊമേഴ്സ് മതി എന്ന് പറഞ്ഞു. കൊമേഴ്സ് വിത്ത് ഏത് സ്പെഷ്യലൈസേഷൻ വേണമെന്ന് ചോദിച്ചു. വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസ് വേണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ എഴുതി തരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ കുറേ എന്താണ് അവരോട് പറയേണ്ടത്, എന്തൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ ഞങ്ങൾക്കൊന്നും പറയേണ്ട വന്നില്ല. അതിന് മുന്നേ തന്നെ അമ്മയുടെ റെക്കമെൻഡേഷൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മാഡം അപ്പം കൊമേഴ്സ് വിത്ത് ഇൻഫർമേഷൻ പ്രാക്ടീസിൻ്റെ ബ്രാഞ്ച് അപ്പം തന്നെ വെട്ടി എഴുതി. ഞങ്ങൾക്ക് ഒന്നും പറയേണ്ട വന്നില്ല. ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിപ്പോയി. ഇതെന്താ ഇങ്ങനെ, ഞങ്ങൾക്കൊന്നും പറയാതെ തന്നെ ഇങ്ങനെ എഴുതി തന്നേന്നായിപ്പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹവും കിട്ടി. പിന്നെ എൻ്റെ കാലിൽ കുറേ വർഷങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്ന പ്ലാന്റർ ഫാസ്റ്റിസിസ് എന്ന് പറഞ്ഞിട്ട് അസുഖം, കാലിൻ്റെ അടിഭാഗത്തായിട്ട് വേദന. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറായതുകൊണ്ട് എനിക്ക് നിന്ന് ജോലി ചെയ്യണം. അപ്പോൾ കുറേ നേരം നിൽക്കുമ്പോൾ കാലിന് വേദനയാണ്. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. കുറേ നാളുകളായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ പല മരുന്നുകളും കഴിച്ചു നോക്കി. പക്ഷേ എന്നിട്ട് ഒന്നും ഒരു കുറവും തോന്നുന്നില്ല, ഒരു വ്യത്യാസവും തോന്നുന്നില്ല. എന്നിട്ട് ഫിസിയോതെറാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഒരു വ്യത്യാസം തോന്നില്ല. പിന്നെ ഞാൻ മരുന്നെല്ലാം നിർത്തി. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ തൈലം പുരട്ടി രാവിലെയും വൈകുന്നേരവും തൈലം പുരട്ടി മാത്രം പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ആ അസുഖം പൂർണ്ണമായി സുഖപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, കാലിന് വേദനയേ ഇല്ല. പിന്നെ എനിക്ക് പീരീഡ്സ് ആയ കാലം മുതലേ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു. 27 വർഷമായിട്ടുണ്ടായിരുന്നു ഈ വയറുവേദന. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് കൂടി വരികയായിരുന്നു. ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത് കൂടി വരികയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ ഭയങ്കര വേദന എടുത്ത് ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ധ്യാനം കേട്ട് അവസാനം രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഈ വയറുവേദന ഒന്ന് മാറ്റി തരണേ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ, എനിക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞ് വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു റിലീഫാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി. 2 വർഷത്തിന് ശേഷം എനിക്ക് ചെറുതായി പോലും ഒരു വയറുവേദനയില്ല. എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. യേശുവിന് നന്ദി. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ രോഗികളുമായിട്ട്, അവിടുത്തെ ആളുകളുമായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുകയും, കുട്ടികളുള്ള അനാഥാലയത്തിൽ പോകുകയും അവിടെ അടുത്ത് സംസാരിച്ചിരിക്കുകയും അവർക്ക് അത്യാവശ്യം സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും. പിന്നെ ഞാൻ ഹോസ്പിറ്റലുകളിൽ ആണ് കൂടുതലും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പോകുന്നത്. അവിടെ പോകുമ്പോൾ അവിടെ ഡയാലിസിസ് ഒക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന, അധികം പൈസ ഇല്ല, പക്ഷെ എന്നാലും എല്ലാ വീക്കിലും 3 ഡയാലിസിസ് ഒക്കെ വെച്ച് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കും. പിന്നെ മറ്റുള്ള രോഗികൾക്കും എന്തെങ്കിലും അവർക്ക് സഹായങ്ങൾ, നമ്മൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് സഹായങ്ങൾ വേണ്ടവർക്ക് സഹായവും. പിന്നെ ചിലർക്ക് അവരെ അടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയാണ് വേണ്ടത്. ചിലർക്ക് നമ്മൾ ചെന്ന് മാതാവിൻ്റെ അടുത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ കുറേ നേരം അങ്ങനെ ഇരുന്ന് സംസാരിക്കും. സാമ്പത്തികമായി എവിടെയെങ്കിലും സഹായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം സഹായിക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും, എക്സ്ട്രാ പത്രവും വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊടുക്കും. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ കോയമ്പത്തൂർ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ അതുപോലെ തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി കോയമ്പത്തൂർ കൊണ്ടു കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. വീട്ടിലാണെങ്കിലും കുട്ടികളോടും കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്തും ചില സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഞാനിപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാമായിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ രാവിലെയുള്ള പ്രാർത്ഥന കുറവായിരുന്നു. ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ എന്നൊന്നും ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ യാക്കോബായ വിശ്വാസികളായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പള്ളിയിൽ ഞായറാഴ്ചകളിൽ ചിലപ്പോൾ പോവാതെയൊക്കെ ഇരിക്കാറുണ്ട്. അതൊക്കെ മാറി ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും മൊത്തം, അതായത് എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയിരിക്കും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുർബാനകൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ട്. ഞാൻ കോയമ്പത്തൂർ പോകുമ്പോഴാണെങ്കിലും അവിടെ ഉള്ളപ്പോഴാണെങ്കിലും അവിടെ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഞാൻ ചെല്ലുന്ന സമയത്തെല്ലാം ഞാൻ അവിടെ പോകും. അല്ലാതെ പിന്നെ കോളേജിൽ വെള്ളിയാഴ്ചകളിൽ മാസമുണ്ട്, ആ സമയത്തും പോകും. എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ മാക്സിമം കുർബാന കൂടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പേര് സവിത, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു.
ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 24/6/2024 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ 10 വർഷം വർക്ക് ചെയ്തു. എല്ലാവരുടെ ആഗ്രഹം പോലെ പുറത്തു പോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ആദ്യം കാനഡയ്ക്ക് പോകാൻ വേണ്ടി കെയർ ഗീവർ വിസയിൽ കാശ് കൊടുത്തു, പക്ഷേ ഏജൻസിക്കാർ പറ്റിച്ചു. അത് കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി ചേർന്നു. ജോലിയും ഓൺലൈനും കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് രണ്ടും കൂടി പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് ജോലി നിർത്തുകയും ഡയറക്റ്റായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി ചേരുകയും ചെയ്തു. 2 തവണ ഞാൻ B1 എക്സാം എഴുതി. 3ാമത്തെ തവണ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം റിസൾട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 ചേച്ചിമാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, നമുക്കിനി ജർമ്മൻ ഭാഷ പഠിക്കേണ്ട, നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, നമുക്ക് വേറെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോൾ എന്നെ ഒരു ഏജൻസിക്കാർ വിളിക്കുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്, പഞ്ചാബിൽ വെച്ചാണ് ക്ലാസ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു പഞ്ചാബിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ 30 പേരുണ്ടായിരുന്നു. 30 പേരും പഞ്ചാബിൽ പോയി. അവിടെ നിന്ന് A1ഉം A2ഉം B1 എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ ഒരു പൈസ പോലും ചിലവില്ലാതെ ഞങ്ങൾ 30 പേരും A1ഉം A2ഉം B1 എക്സാം പാസ്സായി. 2024 ഓഗസ്റ്റ് 2-ാം തീയതി ജർമ്മനിയിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ ഇവിടെ നിന്ന് ജർമ്മനിലേക്ക് പോയപ്പോൾ ഒരു കാര്യമേ ആഗ്രഹിച്ചുള്ളൂ, എൻ്റെ ഉടമ്പടി ഒരു കാരണവശാലും മുടങ്ങിപ്പോവരുത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പള്ളി അന്വേഷിച്ചു പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ആ പള്ളിയിൽ മാസത്തിൽ 1 തവണയേ കുർബാനയുള്ളൂ. അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. 1 മാസം ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോലിക്കായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പേരിട്ട് പ്രാർത്ഥിച്ചു. അതിൽ വെച്ച നിയോഗം എന്ന് വെച്ചാൽ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് വെറും 4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ പള്ളിയുടെ അടുത്തേക്ക്. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്നായിട്ടായിരുന്നു ഞങ്ങൾക്ക് B2 എക്സാമും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള എക്സാമും ഉണ്ടായിരുന്നു. പക്ഷേ B2 എക്സാം പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നല്ല മാർക്കോടുകൂടി, പ്രതീക്ഷിച്ചതിൽ നല്ല മാർക്കോടുകൂടി, സ്പീക്കിങ്ങിന് 100-ൽ 96 മാർക്കും അതുപോലെ തന്നെ റൈറ്റിങ്ങിന് 20-ൽ 19 മാർക്ക് നൽകി അമ്മ അനുഗ്രഹിച്ചു. എക്സാമിന് പോയപ്പോൾ ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിലിടുകയും കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുകയും എനിക്കൊരു അടയാളം തരാൻ വേണ്ടി അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു. എക്സാം ഹാളിൽ കയറിയപ്പോൾ എക്സാമിനർ ഇട്ട ഡ്രസ്സ് അമ്മയുടെ നീല കളറുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമായി അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന്. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അത് രജിസ്റ്റേർഡ് നേഴ്സാകാനുള്ള എക്സാമാണ്. ഞങ്ങൾ 30 പേര് പോയതിൽ 2 പേർക്ക് എക്സാം വേണ്ടാന്ന് പറഞ്ഞു. അതിലൊരു വ്യക്തി ഞാനായിരുന്നു. എല്ലാവരും പറഞ്ഞു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കിട്ടിയതാണെന്ന്, നാട്ടിലുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എക്സാം എഴുതാതെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അമ്മ അനുഗ്രഹിച്ചു. കൂടെയുള്ള പിള്ളേരൊക്കെ ആ എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഞങ്ങൾ 30 പേര് പോയതിൽ 26 പേരും എക്സാം പാസ്സായി. ഇനി 2 പേർക്കും കൂടി എക്സാം പാസ്സാകാനുണ്ട്. അവരെ അമ്മ പാസ്സാക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ സമയത്ത് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കുരിശിൻ്റെ വഴി കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുരിശിൻ്റെ വഴി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് എനിക്കെന്തോ ഒരു പൂർണ്ണമായ ഉറക്കത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും എന്നെ എടുത്ത് പൊക്കുന്നത് പോലെ എനിക്ക് തോന്നി.
ആ സമയത്ത് ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോലെ തോന്നി. ആ സമയത്ത് ഞാൻ കണ്ടത് ഒരു കുരിശും ഒരു വെളിച്ചവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് അങ്ങോട്ട് മുഴുവൻ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു, കുരിശുകളായിരുന്നു. എനിക്കത് ആ പരിശുദ്ധ അമ്മ ഈശോയും മുൻകൂറായിട്ട് അത് കാണിച്ചു തന്നതായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്ററിൻ്റെ സമയത്ത് എൻ്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും വീട്ടിൽ നിന്ന് ഫോൺ വരികയും ചെയ്തു. അതിനു മുമ്പ് 3 ദിവസം മുമ്പ് അപ്പച്ചിക്ക് വേണ്ടി ഞാൻ വചനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം മരിച്ചവരെക്കുറിച്ച് ഓർത്ത് വിലാപം എന്നായിരുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു, അപ്പച്ചൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലായിരുന്നു. പാസ്പോർട്ട് ഞാൻ പുതുക്കാൻ കൊടുത്തേക്കുമായിരുന്നു. പക്ഷെ അതെവിടെ കൊടുത്തേക്കുമെന്ന് പോസ്റ്റ് വഴിയാണ് ഞാനത് അയച്ചത്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പാസ്പോർട്ട് മേടിക്കാൻ പോയി. പാസ്പോർട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറയുവാണ്, നിങ്ങൾ വന്നത് നന്നായി, ഞങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകുവാണ്. എനിക്ക് ആ പാസ്പോർട്ട് കിട്ടുകയും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ നിനക്ക് മുമ്പേ നിൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞതുപോലെ എന്നെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഈശോയും കൂടെ ഉണ്ടായിരുന്നു. നാട്ടിൽ വരുവാനും അപ്പച്ചിനെ കാണാനും സാധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് 4 വർഷത്തേക്കുള്ള വിസ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് 6 മാസമായിട്ട് നടുവേദനയായിരുന്നു. അത് ഞാൻ അവിടെ വെച്ച് എൻ്റെ നടുവിൽ ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നടുവേദന പൂർണ്ണമായും ആറ്റിക്കിട്ടുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ സെപ്റ്റംബറിലായിരുന്നു ലീവ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ വന്നത്. അതിനു മുമ്പായിട്ട് എനിക്ക് പുതിയ പാസ്പോർട്ട് പുതുക്കി കിട്ടുകയും വിസ ലഭിക്കുകയും അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്ട് ലെറ്റർ ലഭിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ വിളിച്ചു പറഞ്ഞ് എനിക്ക് കൃപാസനം പത്രം അങ്ങോട്ട് അയച്ചു തരികയും അവിടെയുള്ളവർക്ക് ഞാനത് കൊടുക്കുകയും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ആദ്യത്തെ പങ്ക് ഞാൻ ഇവിടെയുള്ളൊരു ഞങ്ങൾക്ക് കൃപാസനം കൂട്ടായ്മയുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കുകയും അതിലൂടെ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനു വേണ്ടി സാധിച്ചു. അതുപോലെ ജർമ്മനിയിൽ വെച്ച് എനിക്ക് ജോലിക്ക് കയറി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി. അവിടുത്തെ സ്റ്റാഫ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കരയുകയും നാട്ടിൽ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി വാദിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വാദിക്കുകയും പുലി പോലെ വന്ന ആ പ്രശ്നം അമ്മ എലി പോലെ മാറ്റി തന്നു പറഞ്ഞു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി. പേര് സ്റ്റെഫിയ, ഞാൻ വരുന്നത് കറുകുറ്റി എന്നാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി എന്നെ ഇവിടെ നിർത്തിയതിന്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഉടമ്പടി എടുക്കാനാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ സൗദിയിലെ സ്റ്റാഫായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലും, കൊച്ചാണെങ്കിൽ എൻ്റെ വീട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണം, അതിനൊരു വഴി നീ കാണിച്ചു തരണം. ഒന്നാലെ ഖത്തറിൽ അല്ലെങ്കിൽ OET എക്സാം എഴുതി ഞാൻ പോകണം. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ാം തീയതി ഖത്തറിനുള്ള എക്സാമിനുള്ള വഴി ഒരുക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, കാരണം സൗദിയിലെ ഡ്യൂട്ടി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, പഠിക്കാൻ സമയമുണ്ടായിരുന്നില്ല. വെറും 1 ആഴ്ച കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഞാൻ അത്രയ്ക്കും ആവറേജ് സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവേ നീ എല്ലാവരുടെയും കൂടെയും പോകുന്നുണ്ട്, എൻ്റെ കൂടെയും നീ വരണം, ഒരു അടയാളം നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അവിടെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റ് അവർ എന്നോട് പറഞ്ഞു, നിൻ്റെ കൊന്ത ഊരണമെന്ന്. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അവിടെ അങ്ങനെ പറയാനുള്ള യോഗ്യത നമുക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലവർ സമ്മതിക്കില്ല. പക്ഷെ എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാ ഫീമെയിൽസും ഇട്ടിരിക്കുന്നത് കറുത്ത പരതയും കറുത്ത ഷോളൊക്കെയാണ്. ദൈവമേ നീ ഇവിടെ എന്നെയും കൈവിട്ടു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ആൾ മാത്രം നീല കളർ ഷോൾ ഇട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ അവിടെ വന്നു എന്ന്. അപ്പം തന്നെ ഞാൻ ഓർപ്പിച്ചു, ഞാൻ എന്തായാലും എക്സാം പാസ്സായി. അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് എക്സാം പാസ്സായി. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫാമിലി വീസ കാര്യങ്ങളൊക്കെയും കിട്ടുള്ളൂ, ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ
ദൈവം എനിക്ക് കുവൈറ്റിലേക്ക് ഒരു അവസരം തന്നു. ഡയറക്റ്റ് MOH തന്നെ പൈസ ചിലവില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഇനി കുറച്ചോളം ദിവസം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് ചേട്ടയുടെ കൂടെ ഖത്തറിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും ഒരിക്കലും എനിക്കിവിടെ വരാൻ പറ്റണേ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. കാരണം കുവൈറ്റിനേക്കാൾ നല്ലത് ഖത്തറാണെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടുന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടായി ഞാൻ അവിടേക്ക് വരും, ഒരു ഏജൻസിയുടെ പിൻബലത്തിലല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ അവിടെ വരും, ഡയറക്റ്റ് MOHലേക്ക് ഞാൻ വരും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേട്ടായിനോട് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല, കാരണം നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ആരുമില്ല, അതിനുള്ള പിടിപാടൊന്നും നമുക്കില്ല, നീ ഏജൻസി ത്രൂ വന്നാൽ തന്നെ നിൻ്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു, ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഉടമ്പടി പത്രം മിസ്സായി. അപ്പോൾ അത് ഞാൻ വീണ്ടും ജൂണിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് MOH അവരുടെ വെബ്സൈറ്റ് ത്രൂ. പക്ഷേ നമുക്കൊരു റിപ്ലൈ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം എനിക്ക് അവർ റിപ്ലൈ തന്നു, അതായത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇതിലുള്ള രീതിയിൽ വന്നു. ഞാൻ പറഞ്ഞു ചേട്ടായി ഇതുപോലെ വന്നിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേട്ടായി പറഞ്ഞു വേണ്ട, അത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നീ പ്രതീക്ഷിക്കേണ്ട, അത് ചുമ്മാ പറയുന്നതാണ്, നീ കഴിഞ്ഞോണം അപ്ലൈ ചെയ്തിട്ട് നിനക്കൊന്നും കിട്ടിയില്ലല്ലോ, നീ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ അമ്മ തന്നാണ്, ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഖത്തറിലുള്ള ജോലി. അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ടായി അത് ചെയ്തു. പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്നെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ കൃപാസനത്തിൽ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചേട്ടായിക്ക് വിശ്വാസമില്ലാണ്ടാണ് ചേട്ടായി എത്തിക്കാറ്. അത് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ അങ്ങനെ ആവരുത്, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ എൻ്റെ ചേട്ടായും കൂടി അതിൽ വിശ്വസിക്കണം, അല്ലാതെ അതിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയിൽ നിന്ന് കോൾ വന്നു, ഇതുപോലെ ഡയറക്റ്റ് MOHൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, മുംബൈയിൽ വെച്ചാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഒരുപാട് നാൾ കാത്തിരുന്നല്ലേ, നീ പോയിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുർബാനയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കുന്നതല്ല, നാളെ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് പറയും നിൻ്റെ മാതാവ് വഴിയല്ല പൈസ കൊണ്ടാണ് കിട്ടിയതെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല ഈശോയെ, അങ്ങനെ ഒരിക്കലും അതിനിടവരുത്തരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണെങ്കിൽ തന്നെ നിൻ്റെ കൃപയാലും ഞാൻ പോകണം, അത് മതി എന്ന് പറഞ്ഞു. ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് MOHന്ന് മെയിൽ വന്നേക്കാണ്, നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും, നിങ്ങൾക്കുള്ള ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം അവരെനിക്ക് മെയിൽ അയച്ചേക്കാണ് നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ കൊച്ചിനെ എനിക്ക് അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഹോസ്പിറ്റലിൽ, ചുമയായിട്ട്. ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടിയ സമയം വളരെ കുറവായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഇൻ്റർവ്യൂ, എന്താവുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു മാതാവ് എനിക്കറിയില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാം, നിൻ്റെ ഹിതം അതാണെങ്കിൽ ഞാനത് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ നീ ഉത്തരം പറയണം അതിനെല്ലാത്തിനും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു സാക്ഷ്യം കേട്ടായിരുന്നു, അതിലൊരു ചേച്ചി ഇതുപോലെ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി സംസാരിച്ചോളും എന്ന് ആ ചേച്ചി ഇതുപോലെ സാക്ഷ്യത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനതുപോലെ മാതാവോട് പറഞ്ഞു മാതാവേ എനിക്കറിയില്ല, നീ എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്കറിയില്ല, ഞാൻ ഇത്രയും ഹാപ്പിയായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ HR ടീം നിങ്ങളെ വിളിക്കുമെന്ന്. മറ്റൊരു ഏജൻസി, അതായത് മറ്റേ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് ജൂലൈ 10-ാം തീയതിയാണ് ഇൻ്റർവ്യൂ, പക്ഷേ ജൂലൈ 1-ന് തന്നെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയി. അവർക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ 3 മാസം ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നഴ്സുമാർക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലുകാർ എടുക്കില്ല അങ്ങനെ, പക്ഷേ അവരെൻ്റെ ഗ്യാപ്പ് ഒന്നും ഒരു ഇഷ്യൂ ആക്കിയില്ല. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത മെഡിക്കൽ വാർഡിലാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് ന്യൂറോ സർജിക്കൽ വാർഡാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ബേസിലാണ് എനിക്കത് തന്നത് തന്നെ. പക്ഷേ വേറൊരു ഏജൻസി ത്രൂ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും സാധ്യമല്ല, പക്ഷേ എനിക്കത് എൻ്റെ ദൈവം അത് സാധിച്ചു തന്നു. പിന്നെ ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞൊരു സാധനം കൂടി എനിക്ക് ചെയ്യാണ്ടായിരുന്നു ഖത്തറിലേക്ക് പോകാനായിട്ട്. പക്ഷേ അതിൻ്റെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ 3 മാസം എടുക്കും ചെയ്യാനായിട്ട്. പക്ഷേ അതെൻ്റെ 6 മാസം എടുത്തു. കാരണം അത് മുമ്പേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നു ഖത്തറിൽ പോകാനായിട്ട്. പക്ഷേ കുവൈറ്റ് കിട്ടിയതുകൊണ്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നടക്കാൻ കുറച്ച് പാടായിരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അവർ പറഞ്ഞത്. കാരണം
അത് എന്ത് ചെയ്താൽ മുന്നോട്ടും പോകുന്നില്ല, ക്ലോസ് ചെയ്യാൻ ഒന്നിനും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഇത് കണ്ടത്. ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കി, അതിൽ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോയുടെ പെൻഡിങ് ആയ ഒരു പേപ്പർ മാത്രം ഞാനത് ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞു മറന്നു കിടക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കും അറിയില്ല. അതിനുശേഷം അവിടുത്തെ ഖത്തറിലെ നമുക്ക് ലൈസൻസിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്ത് അവർ ഇവാലുവേഷൻ ചെയ്യുന്നത് 15 ദിവസമാണ്. പക്ഷേ എനിക്ക് വെറും 5 ദിവസം കൊണ്ട് ഇവാലുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് കഴിഞ്ഞ മാസം 24-ാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അവർ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ടിക്കറ്റുമായിട്ട് പോകാൻ പറ്റും എന്നാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ കർത്താവിന് 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒരു കെട്ട് പത്രം തന്നെ കൊണ്ടുപോകുന്നത് വലിയ കാര്യമായിട്ടാണ്. പക്ഷെ ഞാൻ ഈ തവണ ചെയ്തത് 5, 6, 7 കെട്ട് പത്രമാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. അതും ഞാൻ വിശ്വാസ പ്രമാണം പേപ്പറിൽ എഴുതി കൊടുക്കും. തമിഴ് പത്രമാണെങ്കിൽ തമിഴ് വിശ്വാസ പ്രമാണം എഴുതി ഞാൻ വെക്കും. പിന്നെ വചനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ്. അതും ഞാൻ ഒരു കെട്ട് പത്രം എടുത്ത് ഓരോ കെട്ട് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി, കർത്താവേ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എല്ലാവരും ഈ പത്രം വായിക്കുന്നത്, അവരുടെയൊക്കെ കണ്ണുനീര് നീ തുടയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമൊന്നും മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോൾ അവരത് എടുത്തു വെക്കാറുണ്ടോ അങ്ങനെയൊന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കൊച്ചിന് 3 വയസ്സായിട്ടുള്ളൂ. അവൻ ഒരു തവണ പറഞ്ഞു ഞാൻ കൊടുക്കാമേ എന്ന് പറഞ്ഞ് അവൻ കൊടുത്തു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, അമ്മ ഇതൊക്കെ അവർ വായിക്കുമോയെന്ന്. ഇവൻ ഒരു 3 വയസ്സുകാരനായി അവൻ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല കർത്താവെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അപ്പം തൊട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുന്നവർക്ക് ഞാൻ നോക്കും അവരത് ബാഗിൽ വെക്കുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ കൊടുത്തിട്ട് ഇപ്പം ഞാൻ കൊടുത്തതല്ല മറ്റുള്ളവർ കൊടുത്തത് ആ പത്രമാണെങ്കിൽ പോലും പുറത്ത് മതിലുമേ അവിടേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കായിരുന്നു. പിന്നെ പൈസയ്ക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്, ഫുഡാണെങ്കിലും പൈസയാണെങ്കിലും. പിന്നെ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ബൈബിളോ കൊന്തയൊന്നും എത്തിക്കാത്ത ആളാണ്. പക്ഷെ കൊന്തയൊന്നും എൻ്റെ കഴുത്തിലുണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ എത്തിക്കാറില്ല സമയമെടുത്ത്. പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായി കൊന്ത എത്തിക്കുകയും ബൈബിൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ. ഈശോയ്ക്കും അതാവിന് 1000 നന്ദി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഇന്ന് രാവിലെയുള്ള ദിവ്യബലിയിൽ ജോസഫ് അച്ഛൻ നമ്മോട് പങ്കുവെച്ച ഒരു വലിയ തിയറി അതുതന്നെയായിരുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. കാരണം ഇവയെല്ലാം നമുക്കിത് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അറിയാം. നമ്മുടെ സ്വർഗീയ പിതാവ് അറിയാതെ നമുക്കൊന്നും തന്നെ സംഭവിക്കുന്നില്ല. സ്റ്റെഫിയുടെ വലിയൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. മാതാവിൻ്റെ കൂടെ വരണം എന്നൊരു വലിയ നിലവിളിയായിരുന്നു. തൻ്റെ പ്രീ മെട്രിക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ അങ്ങൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ എൻ്റെ ഈ എക്സാം പാസ്സാകാനായി എനിക്ക് അസാധ്യമാണ്. അതുപോലെ തന്നെ അമ്മ വളരെയധികം കൂട്ടിച്ചേർത്ത് പിടിച്ച